ഹായ്. അപ്പോൾ ഞാനേ ഇന്നൊരു കറി ഉണ്ടാക്കണേ. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. എന്ത് കറിയാണെന്നറിയോ? ഇനിയിപ്പോൾ ഓണം വരെയല്ലേ. അപ്പം നമുക്ക് ഓണത്തിന് എരിശ്ശേരിയും പുളിശ്ശേരിയും അതും ഇതുമൊക്കെ ഉണ്ടാക്കുമല്ലോ ആൾക്കാർ. ഓലനും കാളനും എല്ലാം ഉണ്ടാക്കുമല്ലോ. അപ്പം നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കറി, മധുരമുള്ളൊരു കറിയൊക്കെ ഉണ്ടാക്കാം. അപ്പം അതിന് നമ്മളെ വീട്ടിൽ തന്നെ ഉള്ളത് നമുക്കിപ്പോൾ മധുരമുള്ള പച്ചടി ഉണ്ടാക്കാം. പൈനാപ്പിൾ പച്ചടി, ആപ്പിൾ പച്ചടി, അങ്ങനെയൊക്കെ ഒരുപാട് പച്ചടികൾ നിലവിലുണ്ട്. ബീട്രൂട്ട് പച്ചടി. അപ്പം അതിലൊക്കെ ചെറിയ മധുരമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധാരണ നമ്മളെപ്പോഴും കറി വയ്ക്കുന്ന സാധാരണ സാധനവും പിന്നെ വീട്ടിലുള്ളതൊക്കെ വെച്ച് നമുക്ക് നല്ലൊരു കുഴ ഉണ്ടാക്കാം. മധുരമുള്ള അത് പച്ചടി എന്ന് പറയാൻ പറ്റില്ല, മധുരമുള്ളൊരു കുഴ പോലെ ഉണ്ടാക്കാം. പക്ഷേ എൻ്റെ അണ്ണന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. എന്ന് വെച്ചാൽ ചോറ് കഴിക്കുമ്പോഴത്തേക്ക് അത് മാത്രം മതിയെന്ന് എപ്പോഴും പറയും. അപ്പോൾ അതെന്താ സാധനം ഒന്ന് കാണണ്ടേ? ബാ കാണിച്ചു തരാം. ഹായ്. അപ്പം നമുക്ക് അത് എന്ത് സാധനം എന്ന് കാണാമോ? നല്ല ചെനച്ച വിളഞ്ഞ പപ്പരയ്ക്ക, പിന്നെ മരിച്ചീനി ഒരാൾ കൊണ്ട് തന്നതേ. അപ്പം നമുക്ക് വേണ്ടാവും, വച്ചിരിക്കാം. ഒരു കഷ്ണം മരിച്ചിനി, ഒരു പപ്പരയ്ക്ക. അപ്പം ഇതിൽ നമുക്ക് വൻപയർ ഇടാം കേട്ടോ. വൻപയറും കൂടെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ പിന്നെ കുക്കറിലിട്ട് അടിച്ചെടുക്കാം. അപ്പം ഈ ഒരു എരിശ്ശേരി നല്ല കൂട്ടുകറിയായിട്ടും കുഴയായിട്ടൊക്കെ എടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതാണ് എൻ്റെ അണ്ണന് ഇഷ്ടപ്പെട്ട ഒരു കറി. കാരണം ഇപ്പം വന്നപ്പോൾ വെച്ച് കൊടുത്തപ്പോൾ പുള്ളി കഴിച്ചപ്പോഴത്തേക്ക് ഇത് ഭയങ്കര ഇഷ്ടമായേ. അപ്പം ഞാൻ എന്തെന്നറിയാം, ആദ്യത്തെ ഒരു ദിവസം വെച്ചപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് എപ്പോഴൊക്കെ വയ്ക്കും, മിക്കപ്പോഴും ഞാൻ ഇത് വയ്ക്കണേന്ന്. പക്ഷെ നമുക്ക് അതിനോട് വലിയ ഇതൊന്നുമില്ല. നമ്മൾ ചോറിൻ്റെ കൂടെ അങ്ങനെ കഴിച്ചങ്ങ് ശീലിച്ചു. പക്ഷെ അണ്ണൻ വന്നപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം വെച്ച് കൊടുത്തപ്പം പുള്ളിക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പം പിന്നെ വെച്ചപ്പോഴത്തേക്ക് നല്ല വിളയാത്തതായിരുന്നു, പുള്ളിക്ക് അത്ര ഇതില്ല. അപ്പം പുള്ളിക്ക് ഇഷ്ടം ഇതാണ്. അപ്പം ഞാനിന്ന് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ടാക്കി അരിഞ്ഞെല്ലാം ശരിയാക്കി പക്ഷെ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതൊന്ന് ഈ കഷ്ണത്തിൽ വെട്ടിയിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആദ്യത്തെ കട്ട് കളയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ദേ വൻപയർ വേണ്ട, ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഇതെടുക്കുന്നു. ഇനി ഇപ്പം തന്നെ അതിൻ്റെ കൂടെ വേവിക്കും കേട്ടോ. അപ്പോൾ കപ്പ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ബാക്കി നമുക്ക് ചേർക്കാം കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിനുള്ള അരപ്പ് ശരിയാക്കണ്ടേ. അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് തുറന്നത്. അരമുറി തേങ്ങ, നല്ല എരിവിന് വേണ്ടി ഉടംകൊല്ലി മുളക്, കറിവേപ്പില, ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് 4 ഇപ്പോൾ ഏറ്റവും ഇത് ഉടംകൊല്ലി മുളക് നല്ലതാണ്, നല്ല മണം കിട്ടും. അപ്പോൾ ഇത്രയും സാധനമുണ്ട്. നമ്മളെ പപ്പരയ്ക്ക, പിന്നെ മരിച്ചിനി, വൻപയർ, ഇത്രയും വെച്ചുള്ള കറിക്കുള്ള അരപ്പാണിത്. ഈ അരപ്പ് ശരിയാക്കട്ടെ കേട്ടോ. ഈ അരപ്പല്ല, ഈ കൂട്ടൊന്ന് ശരിയാക്കട്ടെ. ദേ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് പപ്പയ്ക്കയും ഇതും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ പയർ, വൻപയർ ഇതും കൂടെ അങ്ങോട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് കുഴയ്ക്കുള്ള അരപ്പിന് റെഡിയായിട്ടുണ്ട്. കറിക്കുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അത് കടുക് കളിക്കാനേ. കടുക് കളിച്ചിട്ട് നമുക്ക് ശരിയായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് തുറന്ന് കാണിച്ചു തരാമേ. എല്ലാം കൂടെ വെന്തിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഉടച്ച് അരപ്പ് ചേർക്കാം. അരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. അരപ്പിലോട്ട് തട്ടുവാണ്. നമ്മളെ പപ്പയ്ക്ക മരിച്ചിനി, ചെറുപയർ, അതായത് വൻപയർ, ചെറുപയറല്ല വൻപയർ എല്ലാം കൂടെ ഇട്ടത് കൂട്ടുകറി, പുഴയെന്ന് പറയും. എണ്ണ ചൂടായി, കടുകിട്ട് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് കൊച്ചുള്ളി ഇടുക. അത് കഴിഞ്ഞിട്ട് കറിവേപ്പില, അത് കഴിഞ്ഞ് നമുക്ക് തേങ്ങ തിരിഞ്ഞിടും. തേങ്ങ തിരിഞ്ഞിട്ട് നല്ല മണം. പ്രത്യേകിച്ച് തേങ്ങ വെളിച്ചെണ്ണയിൽ ആയതുകൊണ്ടിട്ട് അപ്പുറത്തെ അരപ്പ് വെച്ചിട്ട് അത് ചൂടാക്കുകയാണ്. ഇപ്പോഴത്തെ ഇത് മൂത്തിട്ടുണ്ടാണ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് തട്ടാം, അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടാം. നമുക്ക് കാര്യം ചെയ്യും. നമ്മുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതെടുത്ത് ഇങ്ങോട്ട് തട്ടാം. നമ്മുടെ കൂട്ടുകറി, അതായത് കുഴ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. കാരണം നല്ല വെളിച്ചെണ്ണയിലുണ്ടായിരുന്നു, തേങ്ങ വെളിച്ചെണ്ണയിൽ നല്ല മണമുണ്ട്. കണ്ടോ, ഇത് കഞ്ഞിക്കായിരുന്നാലും ചോറിനായിരുന്നാലും വെറുതെ ഒരു കടിക്കാനായിരുന്നാലും സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. കണ്ടോ, കാണിച്ചു തരാം. കാണാവോ? ഇതാണ് എൻ്റെ ഇന്നത്തെ
സ്പെഷ്യൽ. നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. ഞാനത് കഴിച്ച് കാണിച്ചു തരാം. കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെ വരെ കഴിക്കാൻ കൊള്ളാം കേട്ടോ. ഓണസദ്യയൊക്കെ വരെയല്ലേ, അപ്പോൾ ഓണവും വാവൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് വയ്ക്കാൻ പറ്റിയൊരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്. ഇച്ചിരി ചെനച്ച പപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. നല്ല ഇഷ്ടപ്പെടും കേട്ടോ. എല്ലാ കൊച്ചുങ്ങൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. നല്ല അടിപൊളി, നല്ല രുചിയൊരു നല്ല ടേസ്റ്റായിട്ട് വയ്ക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സപ്പോർട്ട് ചെയ്തേക്കണം. കാണാത്തവർ കാണുക, കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഞാൻ മറ്റൊരു വീഡിയോ ഇട്ട് മറ്റൊരു ദിവസം വരും. ബായ്.